മമതയുടെ ബംഗാളിൽ കോൺഗ്രസിന് കൈകൊടുക്കാൻ തീരുമാനിച്ച സിപിഎം. പശ്ചിമ ബംഗാളിൽ ബിജെപിയും തൃണമൂൽ കോൺഗ്രസുമാണ് പ്രധാന ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ചാണ് കോൺഗ്രസുമായി കൈകോർക്കാൻ സിപിഎം തീരുമാനിച്ചത്. ബ്രിഗേഡ് മൈതാനത്ത് ലക്ഷങ്ങളെ അണിനിരത്തി സമ്മേളനം നടത്താൻ സാധിച്ചത് സിപിഎമ്മിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി കൈകോർത്താൽ അത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വർഷങ്ങളോളം ബംഗാൾ ഭരിച്ച സിപിഎമ്മിനെ പൂർണ്ണമായും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ബംഗാൾ മമതാ ബാനർജി പിടിച്ചെടുത്തത്. പിന്നാലെ ബിജെപി സംസ്ഥാനത്ത് വളരുകയും തൃണമൂലിന് പിറകിൽ രണ്ടാമതായി ബിജെപി മാറുകയും ചെയ്തു. ചാരത്തിൽ നിന്നുള്ള സിപിഎമ്മിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ബ്രിഗേഡ് മൈതാനിയിൽ കണ്ടത്. ഇത് സംസ്ഥാന നേതൃത്വത്തിനും പ്രവർത്തകർക്കും വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി ചേർന്ന് മത്സരിക്കാനുള്ള സിപിഎമ്മിന്റെ തീരുമാനം. ഇരുവരും ബംഗാളിൽ സഖ്യമുണ്ടാക്കില്ല, പക്ഷെ പരസ്പര ധാരണയുണ്ടാക്കും. സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം മത്സരിക്കേണ്ടതില്ല എന്ന ധാരണയായിട്ടുണ്ട് എന്നാണ് സൂചന. സഖ്യ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിയും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. സിപിഎമ്മിനോട് കൈകോർക്കുന്നതിന് കോൺഗ്രസിലെ ചിലർക്കും കോൺഗ്രസുമായി സഹകരിക്കുന്നതിന് സിപിഎമ്മിലെ ചിലർക്കും എതിർപ്പുണ്ട്. കോൺഗ്രസുമായി സഹകരിക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്നാണ് സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന്റെ ആശങ്ക. തിരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി സഹകരിക്കണമെന്ന അഭിപ്രായം കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഇടതുപക്ഷമായി സഖ്യമുണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധിക്ക് താൽപര്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.